ഈ വാഹനത്തിനകത്തുനിന്ന് വെടിക്കേറി വാഹനത്തിനകത്ത് കയറിയിട്ടാണ് വെട്ടിപ്പൊളിച്ചെടുത്തത്. ഒരു സംശയം മാത്രമാണ് ഉണ്ടായിരുന്നത്, ഈ വാഹനത്തിനടിയിൽ ഇനി ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് ക്രെയിൻ വിളിച്ചു വരുത്തി ക്രെയിനിൻ്റെ സഹായത്തോടെ ഇപ്പോഴും ഉയർത്തിയത്. അപ്പോൾ പ്രാഥമിക ധാരണ ശരിയാണെന്ന് തെളിഞ്ഞു. വാഹനത്തിനകത്തോ വാഹനത്തിനടിയിലോ റോഡിലോ ഓടയിലോ ഒന്നും തന്നെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. അത് തന്നെ ഉയർത്തിയപ്പോഴും അത് സ്ഥിരീകരിക്കാനായി. എല്ലാവരെയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എടുക്കുമ്പോൾ സനലിൻ്റെയും ഇവിടെ ഈ എടുത്തവരുടെയും ഒരു അഭിപ്രായ പ്രകാരം 1-2 പേരുടെ നില പ്രത്യക്ഷത്തിൽ തന്നെ ഒരു ഗുരുതരാവസ്ഥയിൽ ഇവർക്ക് ഫീൽ ചെയ്തിരുന്നു. ബാക്കിയുള്ളവരൊക്കെ നമുക്ക് പ്രയാസകരമല്ലാത്ത അവസ്ഥയായിരുന്നു ഭാഗ്യവശാൽ ഉണ്ടായിരുന്നത്. അതിലൊരു ക്ലീനറുടെ നിലയാണ് ഇവർക്ക് ഒരു അബോധാവസ്ഥയിൽ ഇവർക്ക് ഫീൽ ചെയ്യുകയും കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്തതായിട്ടാണ് സനലൊക്കെ പറയുന്നത്. സനലിവിടെ വാർഡ് മെമ്പറാണ്, ഇവിടെ ദൃക്സാക്ഷിയുമായിരുന്നു ഈ സംഭവത്തിന്. അപ്പോൾ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെ ജനങ്ങളെല്ലാവരും ഇറങ്ങി നല്ല നിലയിലുള്ള പ്രവർത്തനം നടത്തി. ഇപ്പോൾ ഏതായാലും ഇവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു, ഇതിൻ്റെ അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതായിരുന്നു. ട്രെയിനിൻ്റെ സഹായത്തോടെ ഉയർത്തി ബസ് ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലായി, അത്തരം കാര്യങ്ങളൊന്നുമില്ല. ബസ് ഇപ്പോൾ പോലീസിൻ്റെ ബന്ധവസിലേക്ക് മാറ്റുകയാണ്. കാരണം യാത്രക്കാർ സഞ്ചരിച്ചിരുന്നതാണ്, അവിടെ ബിലോങ്ങിങ്സ് പലതും അതിനകത്തുണ്ടാകും. അപ്പോൾ ഇവിടെ ഇപ്പോൾ തന്നെ പോലീസിൻ്റെ ഒരു സെർച്ച് നടത്തിയിട്ടുണ്ട്. അക്കാര്യം മാത്രം ശ്രദ്ധിച്ചിട്ട് പോലീസ് എന്തായാലും പോലീസിൻ്റെ ബന്ധവസിലേക്ക് ബസ് മാറ്റുകയാണ്. അപകട മേഖലയാണോ ഇത്? നല്ല ഈ വളവാണല്ലോ. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ സാക്ഷി പറയുന്നത് പ്രകാരമാണെങ്കിൽ ഓപ്പോസിറ്റ് ഒരു വണ്ടിയുണ്ട്, വരുന്ന വഴിയിൽ വാഹനം നല്ല വേഗതയുമായിരുന്നു. അപ്പോൾ വേഗതയിൽ ഈ സ്ലാബിന് മുകളിലേക്ക് കയറിയിട്ട് ഈ വളവ് വളഞ്ഞപ്പോഴേക്കും ഈ എതിരെ വന്ന വണ്ടിക്ക് സൈഡ് കൊടുത്തതായിരിക്കാനായിരിക്കും സാധ്യത. അത് നമുക്കിപ്പോൾ ഒരു പ്രഡിക്ഷൻ നടത്തുന്നത് ശരിയല്ല ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട്. കണ്ടവരെ കോട്ട് ചെയ്തുകൊണ്ടുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഏതായാലും അതെല്ലാം എന്ത് തന്നെയായാലും ഈ ഉണ്ടായ അപകടത്തിൻ്റെ വ്യാപ്തി അനുസരിച്ചുള്ള വലിയ ആളപായമൊന്നും ഇല്ലാത്ത ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ എനിക്കിവിടെ എത്തുന്നത്. വളരെ പെട്ടെന്ന് അത് സനലിനെയും ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെയെല്ലാം പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ്. ഒരാഹ്വാനത്തിനും കാത്തു നിൽക്കാതെ അപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ഒറ്റക്കെട്ടായി അങ്ങിറങ്ങി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഇവിടേക്ക് ഇപ്പോൾ എല്ലാ വീടുകളിലും വാഹനങ്ങളുള്ളതുകൊണ്ട് പിന്നെ ആംബുലൻസ്, പിന്നെ തൊട്ടടുത്ത് തന്നെ ആംബുലൻസ് ആക്സസ് ഉണ്ട്. വെമ്പായത്തു നിന്നും നെടുമങ്ങാടും ഗവൺമെൻറ് ആംബുലൻസും വിവിധ സന്നദ്ധ സംഘടനകളുടെ ആംബുലൻസും എല്ലാം തന്നെ പാഞ്ഞെത്തി. അങ്ങനെ എല്ലാവരും കൂട്ടായി വളരെ സമയോചിതമായൊരു പ്രവർത്തനം നടത്തി. ഈ ഉണ്ടായ അപകടത്തിൻ്റെ വ്യാപ്തിയിൽ ആളപായമൊന്നുമില്ലാതെ നല്ല നിലയിൽ പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഉള്ള ഒരു ആത്മവിശ്വാസം.